IM അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ഉപദ്വീപീയ നദീവ്യൂഹങ്ങളെ പറ്റിയിട്ടാണ്. ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നീ ഉപദ്വീപീയ നദികളെ പറ്റിയിട്ടാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. വീഡിയോ മുഴുവൻ കാണുക. വീഡിയോ കാണുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കോമന്റ് ചെയ്യുക. ഉപദ്വീപീയ നീരൊഴുക്ക് വ്യൂഹം ഹിമാലയൻ നീരൊഴുക്കിനേക്കാൾ പഴക്കമുള്ളതാണ്. ഉപദ്വീപീയ പീഠഭൂമിയെ പറ്റി പറഞ്ഞിരുന്നു. ഇന്ത്യൻ ഭൂവിഭാഗത്ത് തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി എന്നത്. അതുപോലെ തന്നെ അവിടെ സ്ഥിതി ചെയ്യുന്ന നദികളും ഹിമാലയൻ നദികളേക്കാൾ പഴക്കമേറിയതാണ്. വിശാലമായതും ആഴം കുറഞ്ഞതുമായ താഴ്വരകൾ, നദികളുടെ വളർച്ചയുടെ പൂർണ്ണത എന്നിവയിൽ നിന്നെല്ലാമാണ് ഇത് വ്യക്തമാക്കുന്നത്. ആഴം കുറഞ്ഞ താഴ്വരകളും നദികളുടെ വളർച്ചയുടെ പൂർണ്ണതയുമെല്ലാം ഇവ വ്യക്തമാക്കുന്നവയാണ്. അതുപോലെ തന്നെ പശ്ചിമ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരകളാണ് പ്രധാന ഉപദ്വീപീയ നദികളെ. അവ ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്നവ, അറബിക്കടലിലേക്ക് ഒഴുകുന്നവ എന്നിങ്ങനെ വേർതിരിച്ചിരിക്കുന്നത്. ഒരു ജലവിഭാജകമായിട്ട് നിലകൊള്ളുന്നത്. അപ്പോ ഒരു പശ്ചിമഘട്ട മലനിരകളാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരകളാണ്. നദികൾ എങ്ങോട്ടാണ് ഒഴുകുന്നത്? അറബിക്കടലിന്റെ വശത്തേക്കാണോ അതോ ബംഗാൾ ഉൾക്കടലിന്റെ വശത്തേക്കാണോ എന്ന് തീരുമാനിക്കുന്നത് പശ്ചിമഘട്ട മലനിരകളാണ്. നർമ്മദ, താപ്തി ഒഴികെയുള്ള മറ്റുള്ള ഉപദ്വീപീയ നദികൾ, അതായത് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, ഈ 4 നദികളുടെയും ഒഴുക്ക് പടിഞ്ഞാറ് നിന്ന് കിഴക്ക് ദിശയിലേക്കാണ്, കിഴക്കോട്ടാണ്. അപ്പൊ മഹാനദി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഗോദാവരി കാണുന്നുണ്ട്, കൃഷ്ണ, അതുപോലെ തന്നെ കാവേരി നദി. ഈ നദികളെല്ലാം തന്നെ ഒഴുകി എത്തുന്നത് ബേ ഓഫ് ബംഗാൾ അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിലേക്കാണ്. ഇവയുടെ എല്ലാം തന്നെ ഒഴുക്ക് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. എന്നാൽ നർമ്മദയും താപ്തിയും മാത്രം ഒഴുകിയെത്തുന്നത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്. അറബിക്കടലിലാണ് വന്നു ചേരുന്നത്. കൃത്യമായ ഗതി, മിയാൻഡറുകളുടെ അഭാവം, വറ്റിപ്പോകുന്ന അവസ്ഥ, ഇതെല്ലാമാണ് ഉപദ്വീപീയ നദികളുടെ പ്രത്യേകത. കൃത്യമായ ഒരു ഗതിയിലൂടെയാണ് അവർ ഒഴുകുന്നത്. അതുപോലെ തന്നെ മിയാൻഡറുകളുടെ അഭാവം ഉണ്ട്, വറ്റിപ്പോകുന്ന അവസ്ഥ. ഹിമാലയൻ പർവ്വതങ്ങളെ അല്ലെങ്കിൽ ഹിമാലയൻ നദികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഹിമാലയൻ നദികൾ വർഷം മുഴുവൻ ജലലഭ്യതയുള്ളവയാണ്. ഹിമാലയൻ നദികളെ പറ്റി പറഞ്ഞിരുന്നതാണ്. എന്നാൽ ഉപദ്വീപീയ നദികള് വേനൽക്കാലത്ത് വറ്റിവരണ്ട അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. എന്നാലാവട്ടെ നർമ്മദ, താപ്തി പോലുള്ള ഒഴുകുന്ന, അതായത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ഈ സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്ത രീതിയിലാണ് കാണുന്നത്. ഉപദ്വീപീയ നദികളിൽ തന്നെ ഏറ്റവും പഴക്കമേറിയ ഒരു നദിയാണ് ഗോദാവരി നദി. നമ്മൾ ഉപദ്വീപീയ പീഠഭൂമിയെ പറ്റി ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ഇന്ത്യൻ ഭൂവിഭാഗത്തിൽ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഉപദ്വീപീയ പീഠഭൂമിയാണെന്ന്. അതുപോലെ ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണുന്ന ഏറ്റവും പഴക്കമേറിയ നദിയാണ് ഗോദാവരി നദി. ഏറ്റവും നീളം കൂടിയ നദി കൂടിയാണ്. ഇതിന്റെ വലിപ്പം, നീളം, പ്രായം ഇവയെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഇതിനെ വൃദ്ധഗംഗ എന്ന് പറയുന്നുണ്ട്. വൃദ്ധഗംഗ എന്നാൽ എന്താണ്? പഴയ ഗംഗ, പ്രായമായ ഗംഗ, അങ്ങനെയെല്ലാം അർത്ഥം വരുന്ന വൃദ്ധഗംഗ. അതുപോലെ തന്നെ ഇതിനെ ദക്ഷിണ ഗംഗ എന്ന് കൂടി പറയുന്നുണ്ട്. കാരണം നീളം കൂടിയത് കൊണ്ട് തന്നെ ദക്ഷിണ ഗംഗ എന്നുകൂടി പറയുന്നുണ്ട്. ഉത്ഭവം പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് തന്നെയാണ്. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ത്രയംബകേശ്വറിൽ നിന്നിട്ടാണ് ഉത്ഭവം. അതുപോലെ തന്നെ നീളം വരുന്നത് 1465 കിലോമീറ്റർ ആണ്. പോഷക നദികൾ പ്രവാര, ഇന്ദ്രാവതി, വൈൻഗംഗ, വാർധ, പെഞ്ച്, കൻഹൻ, പെൻഗംഗ, മഞ്ജീര, ശബരി നദികളാണ്. ഈ നദികളെല്ലാം ഇതിന്റെ പോഷക നദികളാണ്. നമ്മൾ മാപ്പിൽ നോക്കിയാൽ ഇവയെല്ലാം കണ്ടെത്താൻ കഴിയും. ഒന്നുകൂടി പറയാം: പ്രവാര, ഇന്ദ്രാവതി, വെൺഗംഗ, വാർധ, പെഞ്ച്, കൻഹൻ,
പെൻഗംഗ ഇതിന്റെ ഒരു പോഷക നദിയാണ്. അതുപോലെ മഞ്ജീര, ശബരി നദികളൊക്കെയാണ് പോഷക നദികൾ. എത്തിച്ചേരുന്ന സമുദ്രം ഏതാണ്? ബംഗാൾ ഉൾക്കടലാണ്. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന ഒരു നദിയാണ് ഗോദാവരി നദി. ഒഴുകുന്ന സംസ്ഥാനങ്ങളിൽ മഹാരാഷ്ട്ര, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങൾ ഉൾപ്പെടും. അതുപോലെ തന്നെ മധ്യപ്രദേശ്, കർണാടക, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിൽ കൂടി ഇതിന്റെ നീരൊഴുക്ക് കാണുന്നുണ്ട്. ഉപദ്വീപീയ നദീവ്യൂഹത്തിലെ രണ്ടാമത്തെ നദി മഹാനദിയാണ്. ഉത്ഭവസ്ഥാനം ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിലെ സിഹാവയിൽ നിന്നുമാണ്. ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിലെ സിഹാവയിൽ നിന്നുമാണ്. നീളം 857 കിലോമീറ്റർ ആണ്. പോഷക നദി ഇടതുകരയായും വലതുകരയായും നമുക്ക് വിഭജിക്കാൻ കഴിയും. അതുപോലെ ഇടതുകരയിലെ പോഷക നദികൾ നോക്കുന്ന സമയത്ത് സിയോനാഥ് കാണുന്നുണ്ട്. അതുപോലെ ഹസ്ദിയോ കാണുന്നുണ്ട്. മാൻഡ് ഇബ് ഇവയെല്ലാം കാണുന്നുണ്ട്. വലതുകരയിലെ പോഷക നദികൾ നോക്കുമ്പോൾ ഓം, ടെൽ, ജോങ് എന്നിവയാണ്. അപ്പൊ ഇടതുകരയിലെയും വലതുകരയിലെയും പോഷക നദികൾ പരിചയപ്പെട്ടു. എത്തിച്ചേരുന്ന സമുദ്രം ഏതാണ്? ബംഗാൾ ഉൾക്കടലാണ് അല്ലെ. ബംഗാൾ ഉൾക്കടലിലേക്കാണ് ഇത് ഒഴുകിയെത്തുന്നത്. ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഒഡീഷ, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര എന്നിവയാണ്. ഹിരാക്കുണ്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു നദിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഒരു അണക്കെട്ടാണ് ഹിരാക്കുണ്ട് അണക്കെട്ട്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ നീളം കൂടിയ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? മഹാനദിയാണ്. ഏതാണ് അണക്കെട്ട്? ഹിരാക്കുണ്ട് അണക്കെട്ടാണ്. മൂന്നാമത്തെ നദി കൃഷ്ണ നദിയാണ്. കൃഷ്ണ നദിയുടെ ഉത്ഭവം എവിടെ നിന്നാണ്? പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് തന്നെയാണ്. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നിട്ടാണ് കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത്. ഇതിന്റെ നീളം 1400 കിലോമീറ്റർ ആണ്. പോഷക നദികൾ വലതുകരയായും ഇടതുകരയായും വേർതിരിക്കാൻ കഴിയും. വലതുകരയിലെ പോഷക നദികൾ വെണ്ണ, കൊയ്ന, പഞ്ചഗംഗ, ദൂദ്ഗംഗ, ഘടപ്രഭ, മാലപ്രഭ, തുംഗഭദ്ര എന്നിവയാണ്. ഈ തുംഗഭദ്ര വളരെ പ്രധാനപ്പെട്ട ഒരു നദിയാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്കെല്ലാം ചോദിക്കാറുണ്ട്. അപ്പൊ തുംഗഭദ്ര എന്ന പോഷക നദി ഏത് പ്രധാന നദിയുടെ പോഷക നദിയാണെന്ന് ചോദിച്ചാൽ കൃഷ്ണ നദിയുടെ പോഷക നദിയാണ്. അതുപോലെ തന്നെ പഞ്ചഗംഗ, ദൂദ്ഗംഗ എന്നിവയെല്ലാം ഈ കൃഷ്ണ നദിയുടെ വലതുകര പോഷക നദികളാണ്. ഈ ഇടതുകര പോഷക നദികൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഭീമ, ഡിൻഡി, പെന്ധവാഘു, ഹാലിയ, മുസി, പാലേരു, മുഞ്ഞേരു ഇവയെല്ലാം ഏതാണ്? കരയിലെ പോഷക നദികളാണ്. എത്തിച്ചേരുന്ന സമുദ്രം ബംഗാൾ ഉൾക്കടലാണ്. ഒഴുകുന്ന സംസ്ഥാനങ്ങൾ നോക്കുന്ന സമയത്ത് മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന ഈ 4 സംസ്ഥാനങ്ങളാണ് കാണാൻ കഴിയുന്നത്. കാവേരി നദിയെ പൊന്നി നദി എന്നുകൂടി ദക്ഷിണേന്ത്യയിൽ അറിയപ്പെടുന്നുണ്ട്. ദക്ഷിണേന്ത്യയിൽ വളരെ വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു നദിയാണ് കാവേരി നദി. പൊന്നിയിൻ സെൽവൻ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് പൊന്നി നദിയായിട്ടാണ്. സിനിമ കണ്ടവർക്ക് അറിയാമായിരിക്കും. അതുപോലെ തന്നെ സംഘകാല കൃതികളിലെല്ലാം കാവേരിയെ പൊന്നി നദി എന്നാണ് പറയുന്നത്. ഉത്ഭവസ്ഥാനം ബ്രഹ്മഗിരി പർവ്വത നിരകളാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് കർണാടക സംസ്ഥാനത്തെ കുടക് എന്ന ജില്ലയിലാണ്. കൂർഗ് എന്നും പറയാറുണ്ട്. ഇവിടെയുള്ള ചേരങ്കാല ഗ്രാമത്തിനടുത്തുള്ള ബ്രഹ്മഗിരി പർവ്വത നിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. നീളം 800 കിലോമീറ്റർ ആണ്. പോഷക നദികൾ ഇടതുകരയിൽ ഹാരംഗി, ഹേമാവതി, ശിംഷ, അർക്കാവതി എന്നീ നദികളാണ്. അതുപോലെ വലതുകരയിൽ വരുന്നതാണ് കബാനി, ലക്ഷ്മണതീർത്ഥ, സുവർണാവതി, ഭവാനി, നോയിൽ, അമരാവതി, പാമ്പാർ തുടങ്ങിയവ. ഇതിൽ കബാനി, ഭവാനി, പാമ്പാർ നദികൾ പരിചിതമുള്ള നദികളാണ്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണിവ. ഇവയെല്ലാം തന്നെ കാവേരിയുടെ പോഷക നദികളാണ്. എത്തിച്ചേരുന്ന സമുദ്രം ബംഗാൾ ഉൾക്കടൽ തന്നെയാണ്. അതായത് കിഴക്കോട്ട് ഒഴുകുന്ന നദികളെല്ലാം എത്തിച്ചേരുന്നത് പോലെ തന്നെ ബംഗാൾ ഉൾക്കടലിലേക്ക് തന്നെയാണ് കാവേരി നദിയും എത്തിച്ചേരുന്നത്. ഒഴുകുന്ന സംസ്ഥാനങ്ങൾ തമിഴ്നാട്, കർണാടക, കേരളം, പിന്നെ കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ ചില ഭാഗങ്ങളും ഇതിൽ ഉൾപ്പെടും.
കാവേരി നദീജല തർക്കങ്ങൾ വാർത്തയിൽ എന്നും കാണാറുണ്ട്. ഇവ നടക്കുന്നത് തമിഴ്നാടും കർണാടകയും തമ്മിലാണ്. അപ്പൊ പല പരീക്ഷകളിലും ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഏത് സംസ്ഥാനങ്ങൾ തമ്മിലാണ് കാവേരി നദീജല തർക്കങ്ങൾ നടക്കുന്നതെന്ന്? ഉത്തരം തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളാണ്. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഒഴുകുന്ന മഹാനദി കൃഷ്ണ, കാവേരി, ഗോദാവരി എന്നീ നദികളെ പറ്റിയിട്ടാണ് നോക്കിയത്. ഇനി നർമ്മദ, താപ്തി എന്നീ നദികളെ പറ്റിയിട്ടാണ്. ഇവയെല്ലാം തന്നെ, ഈ രണ്ട് നദികളും കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ ചേരുന്ന ഉപദ്വീപീയ നദികളാണ്. മറ്റുള്ളവയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നർമ്മദയും താപ്തിയും ചെറുതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നർമ്മദ ഉപദ്വീപീയ നദിയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയിലെ ഏറ്റവും വലിയ നദിയാണ്. നർമ്മദയ്ക്ക് ഇനി ഒരു പ്രത്യേകത കൂടിയുണ്ട്. വിദ്യാ സത്പുര മലനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ നദി. ഉത്ഭവസ്ഥാനം മൈക്കാല പർവ്വതനിരകളാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. മൈക്കാല പർവ്വതനിരകളിലാണ് ഉത്ഭവിക്കുന്നത്. നീളം 1312 കിലോമീറ്റർ ആണ്. പോഷക നദികൾ വലത് കരയിൽ നിന്നും ഇടത് കരയിൽ നിന്നും ഉണ്ട്. വലത് കരയിലെ പോഷക നദികളാണ് ഹിരാൻ നദി, ചങ്കേശ്വർ നദി, കോലാർ നദി, ബർണ, ഒർസാങ് എന്നിവ. ഇനി ഇടത് കരയിലെ പോഷക നദികളെ പറ്റി നോക്കുമ്പോൾ ബർണർ നദി, ബഞ്ചാർ നദി, ഷേർ നദി, ഷക്കർ നദി, തവ നദി, ചോട്ടാ തവ നദി എന്നിവ ഉൾപ്പെടും. എത്തിച്ചേരുന്ന സമുദ്രം അറബിക്കടൽ തന്നെയാണ്. അതായത് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളെല്ലാം എത്തിച്ചേരുന്നത് അറബിക്കടലിലോട്ടാണ്. ഒഴുകുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടുന്നത് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവയാണ്. അടുത്ത താപ്തി നദിയാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന രണ്ടാമത്തെ നദി താപ്തി നദിയാണ്. മുൻധായ് പീഠഭൂമി, മധ്യപ്രദേശിലെ മുൻധായ് പീഠഭൂമിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് ബൈത്തുൽ ജില്ലയിലാണ്. നീളം 724 കിലോമീറ്റർ ആണ്. പോഷക നദികൾ വലത് കരയിൽ നിന്നും സുഗി, ഗോമായി, അരുണാവതി, അനർ എന്നിവയാണ്. ഇടത് കരയിൽ നിന്നും വാഗൂർ, അമരാവതി, ബുറേ, പഞ്ച്ര, ബോറി, ഗിർന, പൂർണ, മോണ, സിപ്ന എന്നിവ ചേരുന്നു. എത്തിച്ചേരുന്ന സമുദ്രം അറബിക്കടൽ തന്നെയാണ്. ഒഴുകുന്ന സംസ്ഥാനങ്ങളിൽ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത് എന്നിവ ഉൾപ്പെടുന്നു. ക്ലാസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കോമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.